മയക്കുമരുന്ന് സംഘവുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് മലപ്പുറം കരിപ്പൂർ സ്റ്റേഷനിലെ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു. സിവിൽ പോലീസ് ഓഫീസർ ധനേഷിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ജംഷീർ കൊടിഞ്ഞ് വിശദാംശങ്ങൾ നൽകും. ജംഷീർ, ഈ പോലീസുകാരന് ഈ മയക്കുമരുന്ന് സംഘവുമായുള്ള ബന്ധം എങ്ങനെയാണ്, അത് പോലീസ് എങ്ങനെയാണ് കണ്ടെത്തിയത്? സൈഫു, കഴിഞ്ഞ ഏപ്രിൽ 18-നാണ് ഒമാനിൽ നിന്ന് വന്ന ഒരു യാത്രക്കാരൻ, പെരിന്തൽമണ്ണ സ്വദേശിയായിട്ടുള്ള ഹാരിസ് എന്ന യാത്രക്കാരിൽ നിന്ന് 2 കിലോയോളം MDMA പിടികൂടിയത്. ഇയാളുടെ ലഗേജിൽ മിഠായിക്കുള്ളിലായിരുന്നു ഈ MDMA ഉണ്ടായിരുന്നത്. ഇത് DRI സംഘം പിടികൂടുകയും പിന്നീട് ഇയാളെ ചോദ്യം ചെയ്യുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പോലീസുകാരൻ, അതായത് കരിപ്പൂരിലെ CPO ആയിട്ടുള്ള ധനേഷ്, അയാൾ ഈ കരിപ്പൂരിൽ തന്നെയുള്ള ഇവരുടെ കരിപ്പൂരിലാണ് ഇയാൾ ജോലി ചെയ്തിരുന്നത്. അവിടെ ഇയാൾക്ക് ഈ MDMA സംഘവുമായി ബന്ധമുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നത്. അങ്ങനെയാണ് ഈ DRI സംഘം ഇയാളെ ചോദ്യം ചെയ്യുന്നത്. ഈ ഹെഡ് പോസ്റ്റിലെ ഈ ജോലി ചെയ്യുന്ന ധനേഷിനെ കാത്ത് ഈ സംഘം അവിടെ നിൽക്കുകയും ആ ദിവസം ഈ ധനേഷ് വരുന്ന സമയത്ത് ധനേഷിനെ പിടികൂടുകയും ഫോൺ ആദ്യം വാങ്ങാൻ ശ്രമിക്കുകയും ഫോൺ നൽകാതെ ഫോൺ സമീപത്തെ ഹെഡ് പോസ്റ്റിന് സമീപമുള്ള കാട്ടിലേക്ക് വലിച്ചെറിയുകയും പിന്നീട് കീഴ്പ്പെടുത്തിക്കൊണ്ടാണ് DRI സംഘം ധനേഷിനെ പിടികൂടി കൊണ്ടുപോകുന്നതും ചോദ്യം ചെയ്യുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരുന്നത്. ഈ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ നേരത്തെ എറണാകുളം സ്വദേശിയായ യുവതിയിൽ ഇവിടെ സമാനമായ രീതിയിൽ MDMA പിടികൂടിയിരുന്നു. ആ യുവതിയുമായും ഈ ധനേഷിന് പോലീസുകാരന് ബന്ധമുണ്ട് എന്നുള്ള കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇയാളെ ചോദ്യം ചെയ്യുകയും എന്നാൽ DRI സംഘം പിന്നീട് വിട്ടയക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘം അന്വേഷിക്കുകയും സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെയുള്ളവർ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പ്രാഥമികമായി ഈ സംഘവുമായി ഈ പോലീസുകാരുടെ ബന്ധമുണ്ട് എന്നുള്ളത് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നേരത്തെ കരിപ്പൂരിൽ നിന്ന് ഇയാളെ മങ്കടയിലേക്ക് മാറ്റിയിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതേസമയം തന്നെ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണെന്നും ഈ അന്വേഷണത്തിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായാൽ മറ്റു നടപടികളിലേക്ക് അടക്കം നീങ്ങുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി അറിയിക്കുന്നത്. മയക്കുമരുന്ന് സംഘവുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തത്.